ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. രാധിക ഈ സിനിമയിൽ അഭിനയിക്കുന്നത് കൊണ്ട് മാത്രം ചാൻസ് നഷ്ടപ്പെട്ട ഒരാൾ ഈ വീട്ടിൽ തന്നെ ഉണ്ട്. വരുണിന്റെ ഭാര്യ പ്രിയങ്ക. മുത്തശ്ശി പറഞ്ഞു കേട്ട് നീ ഇങ്ങനെ വിഷമിക്കൊന്നും വേണ്ട. അല്ല, നിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. മുത്തശ്ശി അത് മനസ്സിൽ വെച്ച് പറഞ്ഞതായിരിക്കും. അത് നീ വിട്ടുകള. എന്തായാലും താങ്ക്സ് ഉണ്ട് കേട്ടോ. ചേച്ചിനോട് താങ്ക്സ് ഒന്നും പറയണ്ട. അച്ഛൻ പറയുന്ന പോലെ ഇടയ്ക്ക് എന്നെ ഒന്ന് ഉപദേശിച്ച് എന്റെ കൂടെ നിന്ന് എന്നെ രക്ഷിച്ചാ മതി. അതെന്റെ ചുമതലയല്ലേ. നിനക്കൊന്നും വരാതെ ഞാൻ നോക്കിക്കോളാം. എനിക്ക് ചേച്ചിയുടെ ഈ വാക്ക് മതി. എന്നാ ചേച്ചി ചെന്നോ. ആ കേസിന്റെ കാര്യങ്ങൾ തീരുന്നവരെ ഇതിനെ സഹിച്ചേ പറ്റൂ. ആ കേസൊന്ന് തീരട്ടെ. ഇതിനെങ്ങനെയാ ചാടിക്കേണ്ടെന്ന് എനിക്കറിയാം. എന്താണ് നിന്റെ പേര്? ക്രിസ്റ്റി. ക്രിസ്റ്റി, കാര്യങ്ങളുടെ ഗൗരവം നിനക്കറിയാമല്ലോ. അതുകൊണ്ട് ഉള്ള കാര്യം വ്യക്തമായി എന്നോട് പറഞ്ഞാൽ ഈ ശരീരം വേദനിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാം. സർ, അന്ന് ഉപയോഗിച്ച വടത്തിന് എന്തോ കുഴപ്പമുണ്ടായിരുന്നു. ഹീറോയിൻ കൈവിട്ടു പോയപ്പോൾ ഞങ്ങളൊന്ന് പേടിച്ചു. അവിടെ നിന്നേരം എല്ലാവരും ഞങ്ങളെ എന്തെങ്കിലും ചെയ്യുമെന്ന് പേടിച്ച് ഞങ്ങളോടി രക്ഷപ്പെടുമായിരുന്നു. അതെ സാർ, സാധാരണ സെറ്റിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞങ്ങളെപ്പോലുള്ള തൊഴിലാളികളെ എല്ലാവരും ഉപദ്രവിക്കുന്നത്. ഞങ്ങൾക്കും കുട്ടികളും കുടുംബമൊക്കെ ഉണ്ട് സാർ. അതോർത്തപ്പോൾ അവിടെ നിന്ന് പോയതാ സാർ. ഇതിത്രയും നിങ്ങൾ പഠിച്ചു വെച്ച കാര്യം. പക്ഷേ എനിക്കറിയേണ്ടത് അതല്ല. വടത്തിന്റെ പ്രശ്നം കൊണ്ടല്ല അപകടം പറ്റിയത്. വടം നിങ്ങൾ ബോധപൂർവം കട്ട് ചെയ്യുകയായിരുന്നു. അതൊക്കെ അവര് വെറുതെ പറഞ്ഞുണ്ടാക്കുന്ന സാറേ. നേരെ ചോദിച്ചിട്ട് നീയൊക്കെ സത്യം പറഞ്ഞില്ലെങ്കിൽ സത്യം പറയിക്കാനുള്ള മാർഗം എനിക്കറിയാവടാ. പറയടാ, ആർക്ക് വേണ്ടിയാ നീ ഇത് ചെയ്തത്? ആരാ നിനക്ക് പണം നൽകിയത്? സാറേ, ഞങ്ങൾക്കും സംഘടനയൊക്കെ ഉള്ളതാ. സാർ ഞങ്ങളെ കൈവച്ച പുലിവാലാവുമേ. അവനെ എന്തിനാണ് അവൻ നിർത്തിയിരിക്കുന്നത്? അവനെ ഇടിച്ച് പിഴയണോ? സത്യം പറയാൻ സത്യം പറയാൻ ചാവണ്ടെങ്കിൽ സത്യം പറഞ്ഞോ. സത്യം പറയണ പറയാൻ. പറയടാ, എന്താണെന്നുള്ള സത്യം. നീ എപ്പോ സത്യം പറയില്ലല്ലേ? പറയടാ, സത്യം പറയാൻ. സാറേ പറയാം, സാറേ പറയാം. ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ചാ സാറേ. പോലീസുകാര് ഇവിടെ നമ്മുടെ വീടിന്റെ ഉമ്മറത്തുണ്ട്. ചെറിയമ്മേ, നമ്മൾ മാറി നിൽക്കുന്ന അപകടം. നമുക്ക് എല്ലാവരുടെയും കൂടെ അവിടെ ചെന്നേക്കാം.
വാ വരാൻ. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നടന്ന അപകടത്തെക്കുറിച്ചുള്ള അന്വേഷണം ഏകദേശം അവസാനിച്ചു. ഞങ്ങൾ അതിന്റെ ഭാഗമായിട്ട് വന്നതാ. പരമേശ്വര സാറേ, കുറ്റവാളികൾ ആരെന്ന് കണ്ടെത്തിയോ? കണ്ടെത്തി. അതല്പം വിചിത്രമായ ഒരു കാര്യമാണ്. നമസ്കാരം. രാധിക മോളെ തള്ളിയിട്ട കേസിന്റെ കാര്യം അവസാനിച്ചു എന്ന് പ്രതികൾ ആരാന്ന് മനസ്സിലായി എന്നാ സാറ് പറയുന്നേ. ആണോ ആണോ സാർ? ഈ വീട്ടിൽ ഇനിയും അംഗങ്ങളുണ്ടല്ലോ, അവരൊക്കെ ഇവിടെ. സാർ, ആൺപിള്ളേരെ ആരും ഇവിടെ ഇല്ല. വരുണിന്റെ ഭാര്യ പ്രിയങ്കയും അവളുടെ ചേച്ചി രാധികയും ഉണ്ട്. ഓ, രാധിക. അതെ അന്ന് അഭിനയിച്ച പെൺകുട്ടിയല്ലേ? അതെ സാർ. എന്നാ അതിനെ കൂടി ഇങ്ങ് വിളിക്കാം. അവരെ വിളിക്കുക. സാർ, രാധിക മോളുടെ മൊഴി രേഖപ്പെടുത്താനോ മറ്റോ ഉണ്ടോ? മൊഴി രാധികയുടേത് മാത്രം മതിയാവില്ല, മറ്റു ചിലരുടേത് കൂടി എടുക്കേണ്ടി വരും. സർ, ഇത് രാധിക, ഇത് വരുണിന്റെ ഭാര്യ പ്രിയങ്ക. രാധികയ്ക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ? ഇല്ല സർ. ഉണ്ടല്ലോ. രാധിക ഈ സിനിമയിൽ അഭിനയിക്കുന്നത് കൊണ്ട് മാത്രം ചാൻസ് നഷ്ടപ്പെട്ട ഒരാൾ ഈ വീട്ടിൽ തന്നെ ഉണ്ട്. വരുണിന്റെ ഭാര്യ പ്രിയങ്ക. സർ, ആദ്യം ഡയറക്ടർ ഇവളെയാ ഫിക്സ് ചെയ്തത്. പിന്നെ എന്നെ എടുത്തപ്പോ ഇവൾക്കൊരു വിഷമം ഉണ്ടായിരുന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അവൾക്ക് അതിന്റെ പേരില് വൈരാഗ്യോ പകയോ അതൊന്നുമില്ല. ഞങ്ങളുടെ ഈ പോലീസ് അന്വേഷണത്തിൽ എപ്പോഴും ചില പ്രശ്നങ്ങളുണ്ടാവും. ഒരു കൂട്ടം പേർ നല്ലവനാണെന്ന് കരുതുന്ന ഒരാളെ ചിലപ്പോൾ നമുക്ക് അറസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പോൾ ആ നിമിഷത്തിൽ മാത്രമായിരിക്കും അയാളുടെ കുഴപ്പം മറ്റുള്ളവർ തിരിച്ചറിയുന്നത്. സാർ എന്താ ഉദ്ദേശിക്കുന്നേ? എനിക്ക് പകരം ചേച്ചി അഭിനയിക്കാൻ പോയപ്പോ എനിക്ക് അസൂയ തോന്നിയെന്നോ? അതിന് എന്റെ ചേച്ചി ഞാൻ അപകടപ്പെടുത്തിയെന്നോ? സാറേ, പ്രതികളെ പിടിക്കാൻ നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ ഇങ്ങനെയല്ല പക തീർക്കേണ്ടത്.